അരുണാചൽ പ്രദേശിലുള്ള ഈ ഒരു ദേവാലയം കണ്ട് ഞാൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഈ ഒരു വീഡിയോ പകർത്തുമ്പോൾ പോലും അന്താളിപ്പ് എനിക്ക് മാറിയിട്ടില്ല. കാരണം അരുണാചൽ പ്രദേശിനെ കുറിച്ച് കേട്ടുകേൾവി പോലെ ഞാൻ മനസ്സിലാക്കിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമല്ല എനിക്ക് ഈ ഒരു സന്ദർശനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. അതുതന്നെയാണ് ഈ ദേവാലയത്തിനിടയ്ക്കിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വലിയ ഒരു അന്താളിപ്പോടു കൂടിയും അത്ഭുതത്തോടു കൂടിയും മാത്രമേ ഈ ഒരു ദേവാലയത്തെ എനിക്ക് നോക്കിക്കാണുവാൻ സാധിച്ചുള്ളൂ. ഒരു വൈദികന്റെ ദീർഘകാലഘട്ടത്തിലെ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ ഒരു ദേവാലയം എന്ന് പറയുന്നത്. ഒരേ ഒരു വികാരി 21 വർഷമായി ഫൈറ്റ് ചെയ്ത് ഈ ഒരു ദേവാലയം പണിയുവാൻ വേണ്ടി ഇവിടെ ആയിരിക്കുകയായിരുന്നു. ആ വൈദികന്റെ പേരാണ് ഫാദർ ജേക്കബ് മറ്റത്തിലാനിക്കൽ. ആ വൈദികൻ പാലാരൂപതയുടെ തുടങ്ങിനാട് ഇടവാംഗമാണ് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഈ ഒരു ദേവാലയത്തിന്റെ സൈഡ് ഭാഗത്തു നിന്നുള്ള ഒരു വീക്ഷണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൃഹത്തായ ഒരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിലുള്ള ഒരു കോടീശ്വരന്റെ വീടാണ് ഇത് എന്നുള്ള കാര്യം ആ വൈദികനിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഇത് ഒരു മല പോലെ നിലകൊണ്ട ഒരു സ്ഥലമാണ്. ജേക്കബച്ചനുമായി സംസാരിക്കുന്നതിനിടയിലാണ് ഈ ദേവാലയ പണിയുമായി ബന്ധപ്പെട്ട് എത്രമാത്രം ക്ലേശപൂർണമായ പാതയിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഞങ്ങളോട് പറഞ്ഞത്. ഒരു വലിയ മല നിരത്തിയാണ് ഈ ഒരു ദേവാലയം പണിതിരിക്കുന്നത്. മല നികത്തുവാനായിട്ട് പ്രകൃതി തന്നെ പ്രത്യേകമായിട്ട് ഒരുക്കങ്ങൾ നടത്തി എന്നുള്ളതാണ് ഇതിന്റെ അത്ഭുതം എന്ന പോലെ ഈ ഒരു വൈദികൻ ഞങ്ങളോട് പങ്കുവെച്ചത്. അതായത് ഒരു ദിവസം വലിയ മഴവെള്ളപ്പാച്ചിലിൽ വലിയൊരു മല ഒലിച്ചുപോയി അത് സമതലമാക്കിയെടുത്ത് അതിന് മുകളിലാണ് ഈ ഒരു ദേവാലയം പണിതിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു ചരിത്രം എന്ന് പറയുന്നത്. ഈ ദേവാലയത്തോടനുബന്ധിച്ച് തന്നെ അതിന്റെ പ്രൗഢി ഗംഭീരമായ രീതിയിലുള്ള ഒരു പള്ളിമുറിയും നിലകൊള്ളുകയാണ്. പാവങ്ങളുടെ നാട് എന്നുള്ള പേരിലാണ് നോർത്ത് ഈസ്റ്റിലെ അരുണാചൽ പ്രദേശ് ഒക്കെ ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അതിൽ നിന്നെല്ലാം വിഭിന്നമായ ഒരു ധാരണയാണ് ഈ ഒരു സന്ദർശന അവസരത്തിൽ എനിക്ക് ലഭ്യമായത്. ദേവാലയത്തിനുള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയായിരുന്നു. ആനവാതിൽ പോലും അതിമനോഹരമായിട്ടാണ് കൊത്തുപണികളോടുകൂടിയാണ് ഞങ്ങൾ കാണപ്പെട്ടത്. അതിനുശേഷം അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ കേരള സഭയിലെ പ്രത്യേകിച്ച് പാലാരൂപതയിൽ പോലും ഇത്രയും ബൃഹത്തായ ഇത്രയും ഗംഭീരമായ ഒരു ദേവാലയമുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ്. അത്രമാത്രം ഗംഭീരമായ വിസ്തൃതിയും അത്രമാത്രം നല്ല മനോഹരമായ ഇരിപ്പിടങ്ങളും അതും തടികൊണ്ട് നിർമ്മിച്ച ബെഞ്ചുകളും അൾത്താരയാണെങ്കിൽ അതിമനോഹരവുമായിട്ടാണ് ഞങ്ങൾക്ക് കാണപ്പെട്ടത്. ഇറ്റാനഗർ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ ഒരു ദേവാലയം നിലകൊള്ളുന്നത്. അതിഗംഭീരമായ രീതിയിലുള്ള അൾത്താര, അതുപോലും അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കണ്ടത്. നമ്മുടെ നാട്ടിലെ വെല്ലുന്ന രീതിയിലുള്ള ഗംഭീരമായ ഈ ദേവാലയം പണിയുവാൻ എത്ര നാളത്തെ അധ്വാനം വേണ്ടി വന്നു എന്നുള്ള കാര്യം പോലും ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അങ്ങനെയാണ് അച്ഛനിൽ നിന്ന് മനസ്സിലാക്കിയത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശില്പികളെ ഉപയോഗിച്ചാണ് ഈ ഒരു ദേവാലയത്തിന്റെ നല്ലൊരു ഭാഗവും പൂർത്തീകരിച്ചത് എന്നുള്ള കാര്യമാണ് അച്ഛൻ ഞങ്ങളോട് പങ്കുവെച്ചത്. പലപ്പോഴും മിഷൻ പ്രദേശങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന വൈദികർ എന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ ചെയ്തു എന്നതിനെ പറ്റിയുള്ള പുറം ലോകത്തെ പബ്ലിസിറ്റിയോ കാര്യങ്ങളോ ഒന്നും ലഭിക്കാറില്ല. അതൊന്നും ലഭ്യമാകാതെ ഈശോയുമായിട്ടുള്ള നല്ലൊരു ബന്ധത്തിന്റെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് 19 വർഷം കൊണ്ട് ഈ ഒരു വൈദികൻ ഈ ഒരു ദേവാലയം പൂർത്തീകരിക്കുകയായിരുന്നു. ഒത്തിരിയേറെ ആളുകളുടെ അടുക്കൽ കൈനീട്ടിയിട്ടുണ്ട്. ഒത്തിരിയേറെ ആളുകളുടെ സഹായം സ്വീകരിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ ആളുകളുടെ തിരസ്കരണവും നേരിട്ടിട്ടുണ്ട്. എങ്കിലും അതെല്ലാം ഈശോയെ പ്രതി ഈ മിഷൻ പ്രദേശത്ത് ഇത്ര മനോഹരമായ ദേവാലയം വേണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നല്ല ലക്ഷ്യബോധത്തോടു കൂടി അദ്ദേഹം മുന്നേറിയത് കൊണ്ട് മാത്രമാണ് ഇത്രമാത്രം ബൃഹത്തായ ഒരു ദേവാലയം ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചിരിക്കുന്നത്. ഈ ഒരു വൈദികനെ ജേക്കബച്ചനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. ദൈവം ഫലമേൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്വം അത് ഭംഗിയായിട്ട് നിർവഹിച്ചതിന്റെ ആത്മസംതൃപ്തിയോടുകൂടിയാണ് അദ്ദേഹം ഇന്നും ഈ ഒരു ദേവാലയത്തിന്റെ വികാരിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അച്ഛന് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. നീണ്ട കാലത്തെ പരിശ്രമം അതിന്റെ പൂർത്തീകരണം ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇന്ന് ഇവിടെ അച്ഛനായിരിക്കുന്നത്. പാലാരൂപതയിൽപ്പെട്ട ഒരു വൈദികനാണ് അദ്ദേഹം എന്നുള്ള കാര്യം ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്.
തുടങ്ങനാട് ഇടവക്കാരനാണ്. അദ്ദേഹം ഇട്ടാനഗർ, അരുണാചൽ പ്രദേശിലെ ഇട്ടാനഗറിന് വേണ്ടി വൈദികനായി ഇന്നും സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛന്റെ സേവനങ്ങളെ മുഴുവനും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വൈദിക, താങ്കൾക്ക് ബിഗ് സല്യൂട്ട്.